ഹലോ, നിങ്ങളൊരു ക്ലോത്തിങ് ഷോപ്പ് നടത്തുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം. നമ്മുടെ കേരളത്തിലൊരു കഴിഞ്ഞൊരു 10 കൊല്ലം അല്ലെങ്കിൽ ഇന്ത്യയിൽ മൊത്തത്തിൽ കഴിഞ്ഞൊരു 10 കൊല്ലത്തിനിടയ്ക്ക് വലിയൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. നിങ്ങളത് ഈ മാറ്റം മനസ്സിലാക്കി പ്രവർത്തിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ നിങ്ങളുടെ ആ ക്ലോത്തിങ് ഷോപ്പ് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും, കൂടുതൽ സെയിലും ലഭിക്കും. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ കഴിഞ്ഞൊരു 10 വർഷത്തിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഓൺലൈനിലെ കസ്റ്റമേഴ്സിൻ്റെ എണ്ണം കൂടി വരെയാണ്. പലപ്പോഴും നിങ്ങളുടെ ഷോപ്പിലെല്ലാം സെയിൽ കുറയുന്നതായിട്ട് പലർക്കും ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കാം. അതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിശ്ചിത വിഭാഗം, പ്രത്യേകിച്ച് പുതിയ തലമുറയിലെ ഒരു നിശ്ചിത വിഭാഗം ഓൺലൈനിലേക്ക് മാറിക്കഴിഞ്ഞു. കാരണം മാർക്കറ്റ് റെഡിയായി. എന്താണ് ഈ കഴിഞ്ഞൊരു 10 കൊല്ലത്തിനടക്കുണ്ടായൊരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് 4G കണക്ടിവിറ്റി ഏറെക്കുറെ ഫാസ്റ്റ് ഇൻ്റർനെറ്റ് ചീപ്പായിട്ട് 4G 5G ഫാസ്റ്റ് ഇൻ്റർനെറ്റ് ചീപ്പായിട്ട് തന്നെ ജിയോ ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തതോടുകൂടി ഏറെക്കുറെ മാസിൻ്റെ അകത്തേക്ക് ഇത് കിട്ടി. അതായത് വലിയ വിഭാഗം കസ്റ്റമേഴ്സിൻ്റെ അകത്തേക്ക് ചീപ്പായിട്ടുള്ള ഇൻ്റർനെറ്റ് കിട്ടി തുടങ്ങി. അതുപോലെ തന്നെ ഹൈ സ്പെക്കുള്ള സ്മാർട്ട് ഫോണുകൾ അഫോർഡബിൾ പ്രൈസിൽ മാർക്കറ്റിൽ അവൈലബിളായി. ഹൈ സ്പെക്കുള്ള സ്മാർട്ട് ഫോൺ നമുക്ക് അധികം ആളുകൾക്കും താങ്ങാവുന്ന വിലയ്ക്ക് മാർക്കറ്റിൽ അവൈലബിളായി. അതുകൊണ്ട് തന്നെ സ്മാർട്ട് ഫോൺ ഉപയോഗം കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ, നമ്മളുടെ ക്ലോത്തിങ് പ്രൊഡക്റ്റ് വാങ്ങാൻ തയ്യാറായിട്ടുള്ള കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ വർദ്ധിച്ചു വന്നു. പിന്നെ അതുപോലെ തന്നെ സംഭവിച്ചതാണ് COVID-19 കൊറോണ കാലഘട്ടത്തിൽ. ആ സമയത്ത് ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഒരുപാട് പേര് ഓൺലൈനിലേക്ക് ഫോക്കസ് കൊടുക്കാൻ തുടങ്ങി. അതായത് കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആളുകളും യുവാക്കളല്ലാതെ കുറച്ച് പ്രായമുള്ളവരും ഈ കൊറോണയുടെ സാഹചര്യം കൊണ്ട് ഓൺലൈനിലേക്ക് വരേണ്ടതായിട്ട് വന്നു. പല കാരണങ്ങൾ കൊണ്ട്, സമയം പോകാൻ, അതുപോലെ പല റീസൺസിന് വേണ്ടിയിട്ട് അവർ പല കാരണങ്ങൾ കൊണ്ട് ഓൺലൈനിലേക്ക് വന്നു. അപ്പോൾ ഒരു വലിയ വിഭാഗം കസ്റ്റമേഴ്സ് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. പല കാരണങ്ങൾ അതിന്. പിന്നെ അതുപോലെ തന്നെ വന്നതാണ് UPI സംവിധാനം. ഓൺലൈനായിട്ട് നമുക്ക് പേയ്മെൻറ്റ് അടയ്ക്കാം. 2 ക്ലിക്കിൽ നമുക്കിപ്പോൾ ആർക്കും പേയ്മെൻറ്റ് കൊടുക്കാനായിട്ട് സാധിക്കും. UPI വന്നതോടുകൂടി, ഗവൺമെൻറ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തതോടുകൂടി ഏറെക്കുറെ എല്ലാവരുടെ അടുത്തും ഓൺലൈനിൽ എങ്ങനെ പേയ്മെൻറ്റ് ചെയ്യണമെന്നുള്ളത് കുറേ കൂടി എളുപ്പമായി. പണ്ട് കാലത്ത് കാർഡ് നമ്പർ അടിക്കണം, CVV, അതുപോലെ തന്നെ അതിൻ്റെ എക്സ്പയറിയൊക്കെ അടിച്ച് എല്ലാവർക്കും അത് കംഫർട്ടബിൾ അല്ലായിരുന്നു. ഇപ്പോൾ വളരെ എളുപ്പമാണ്. ജസ്റ്റ് സ്കാൻ ചെയ്യാം, ടിക്ക് നമ്മുടെ പിൻ നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് പേയ്മെൻറ്റ് അടയ്ക്കാം. ഇത് ഇത്രയും ഞാൻ പറഞ്ഞ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൺലൈൻ കസ്റ്റമേഴ്സ് നിങ്ങളുടെ ക്ലോത്തിങ് പ്രൊഡക്റ്റ് വാങ്ങാൻ റെഡി ആയിട്ടുണ്ട്, മാർക്കറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഒറ്റ ചോദ്യമുള്ളൂ, നിങ്ങൾ റെഡിയാണോ എന്നുള്ളതാണ് ഓൺലൈനിലേക്ക് വരാനായിട്ട്. ഈ മാറ്റം മനസ്സിലാക്കി മുന്നേറിയില്ലെങ്കിൽ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും നിങ്ങൾക്ക് ആ ഒരു വാക്കിൻ കസ്റ്റമേഴ്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ബിസിനസ് ചെയ്യേണ്ടതായിട്ട് വരും. ഒരു ബുദ്ധിയുള്ളൊരു ബിസിനസ്സുകാരൻ ചെയ്യേണ്ടത് മൾട്ടിപ്പിൾ ചാനൽസിലൂടെ കസ്റ്റമേഴ്സിൻ്റെ ഫ്ലോ അയാളുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. മാർക്കറ്റിംഗ് സ്കോളേഴ്സ് ഇതിനെ പറയുന്ന മാർക്കറ്റിംഗ് ചാനൽസ് എന്നാണ്. കസ്റ്റമേഴ്സിൻ്റെ ഒഴുക്ക് വരുന്ന മാർഗങ്ങൾ. ഒന്ന്, നിങ്ങളുടെ ഷോപ്പിൻ്റെ ബോർഡെല്ലാം കണ്ട് ഒരു വാക്കിംഗ് കസ്റ്റമേഴ്സ് നിങ്ങളുടെ ഷോപ്പിൽ വരുന്നു. അതോടൊപ്പം തന്നെ പ്ലസ് ഓൺലൈനിൽ നിന്നും ഒരു വിഭാഗം കസ്റ്റമേഴ്സിനെ നിങ്ങളുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. അതിന് നിങ്ങൾ കാര്യമായിട്ടൊന്നും ചെയ്യേണ്ടതില്ല. മാർക്കറ്റ് റെഡിയായി എന്ന് പറയണം, നിങ്ങൾ റെഡിയാക്കേണ്ട കാര്യമല്ല. അതിനാണ് ഞാൻ നേരത്തെ ആ കഥ മുഴുവൻ പറഞ്ഞത്. സ്മാർട്ട് ഫോൺ, ചീപ്പ് ഇൻ്റർനെറ്റ്, ഓൺലൈൻ പേയ്മെൻറ്റ്, കൊറോണ, ഇതൊക്കെ പറഞ്ഞത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കസ്റ്റമർ അവിടെ റെഡിയായിട്ട് നിൽക്കുകയാണ് നിങ്ങളുടെ പ്രൊഡക്റ്റ് വാങ്ങാനായിട്ട്. ഇന്നത് കസ്റ്റമേഴ്സ് റെഡിയാണ്. എവിടെയാണ് അവർ റെഡിയായിട്ട് നിൽക്കുന്നത്? സോഷ്യൽ മീഡിയയിൽ. നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, വാട്സപ്പ് പോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ലക്ഷക്കണക്കിന് കസ്റ്റമേഴ്സ് പേയ്മെൻറ്റ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അവർ പല പ്രൊഡക്റ്റുകൾ അവർ പർച്ചേസ് ചെയ്യുന്നു. അധിക സമയവും നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ അടുത്തു നിന്നായിരിക്കും അവർ പർച്ചേസ് ചെയ്യുക. നിങ്ങൾ മാർക്കറ്റിലേക്ക് ഇറങ്ങിയില്ല, ഈ ഓൺലൈനിനെ നിങ്ങൾ ഇഗ്നോർ ചെയ്ത് ജസ്റ്റ് ഫിസിക്കൽ ഷോപ്പ് മാത്രം എന്നുള്ള രീതിയിൽ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു വലിയ വിഭാഗം കസ്റ്റമേഴ്സിനെ നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ചെയ്യണമെങ്കിൽ നിങ്ങൾ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, ക്ലോത്തിങ് ഷോപ്പുള്ളവർ പഠിക്കണം. സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് പഠിച്ചാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും ഉപയോഗിച്ച് നമ്മളുടെ വാട്സപ്പിൽ തന്നെ നമുക്ക് കസ്റ്റമേഴ്സിനെ ലഭിക്കും. നമുക്കൊരു നിശ്ചിത വിഭാഗം കസ്റ്റമേഴ്സിനെ നമുക്ക് റിപ്പീറ്റ് കസ്റ്റമേഴ്സായിട്ട് മാറ്റാനായിട്ട് സാധിക്കും. ട്രസ്റ്റ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓൺലൈനിലെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റിപ്പീറ്റഡായിട്ട് നമുക്ക് ഓർഡേഴ്സ് കിട്ടും. അപ്പോൾ പലരും നേരിടുന്ന ഒരു പ്രശ്നമാണ്, പ്രത്യേകിച്ച് ഷോപ്പ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളവരൊക്കെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ സെയിലിലെ ഇൻകൺസിസ്റ്റൻസിയാണ്. ചില ദിവസങ്ങളിൽ സെയിൽ, ചില ദിവസങ്ങളിൽ ഉണ്ടാവില്ല. കയറ്റിറക്കങ്ങളാണ്.
സെയിലുള്ള ദിവസം നമുക്ക് നല്ല മൂഡായിരിക്കും, സെയിലില്ലാത്ത ദിവസം നമ്മുടെ മൂഡ് ഡൗൺ ആവും. അത് ക്ലോത്തിങ് ബിസിനസ് മാത്രമല്ല കേട്ടോ, ഏത് ബിസിനസ് ഓണറുടെയും മൂഡ് അങ്ങനെയായിരിക്കും. ഇനി കുറച്ചങ്ങോട്ട് ആയിട്ടുള്ളവർ, നിങ്ങളൊരു പക്ഷേ നിങ്ങൾക്ക് നല്ല വാക്കിംഗ് കസ്റ്റമേഴ്സ് ഉണ്ടായിരിക്കും. കുറച്ചും കൂടി നല്ല രീതിയിൽ നിങ്ങളുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ ആ സെയിം ഷോപ്പിനെ, ഫിസിക്കൽ ഷോപ്പിനെ വേറൊരു സിറ്റിയിലോ ജംഗ്ഷനിലോ റെപ്ലിക്കേറ്റ് ചെയ്യണം. അപ്പോൾ അവിടെ നിങ്ങൾക്ക് അഡ്വാൻസ് വരുന്നുണ്ട്, വാടക വരുന്നുണ്ട്, സ്റ്റോക്ക് വരുന്നുണ്ട്, എംപ്ലോയീസിനെ വെക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാഫിൻ്റെ സാലറി, കാര്യങ്ങൾ, എക്സ്പെൻസ് ആണത്. അതവിടെ വർക്കൗട്ട് ആവുമെന്ന് നമുക്ക് പറയാനും പറ്റില്ല. ചിലപ്പോൾ അതിനെ തീറ്റിപ്പോറ്റാനായിട്ട് നമ്മൾ ഇതിൽ നിന്ന് ഓൾറെഡി വർക്കാവുന്ന ബിസിനസ്സിലെ പ്രോഫിറ്റ് എടുത്ത് അവിടെ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ആ ബിസിനസ് ഇതിലേക്ക് കിടക്കണില്ല. അപ്പോൾ ഇതല്ലാതെ ചീപ്പായിട്ട് നമുക്ക് ആ ബിസിനസ് നിലവിലുള്ള സിസ്റ്റം വെച്ചുകൊണ്ട്, നിലവിലുള്ള ഷോപ്പ്, നിലവിലുള്ള സ്റ്റാഫ്, നിലവിലുള്ള സ്റ്റോക്ക്, ഇത് വെച്ചുകൊണ്ട് നമുക്ക് ഓൺലൈനിൽ ചെയ്യാനായിട്ട് സാധിക്കും. ഓൺലൈൻ വളരെ വളരെ ചീപ്പാണ്. ഒരു ഫിസിക്കൽ ഷോപ്പ് നിങ്ങൾ വേറൊരു ലൊക്കേഷനിൽ റെപ്ലിക്കേറ്റ് ചെയ്യുന്നതിനേക്കാൾ ഫാർ ബെറ്ററാണ് ഓൺലൈനിലും കൂടി ചെയ്യാനുള്ളത്. കാരണം നിലവിലുള്ള നിങ്ങളുടെ അസറ്റുകളെല്ലാം, ബിസിനസ് അസറ്റുകളെല്ലാം വെച്ചുകൊണ്ട് അത് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെയാണ് ഞങ്ങൾക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കുക. ഡിജി സെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോത്തിങ് ഷോപ്പുള്ളവർക്ക് സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തി കസ്റ്റമേഴ്സിനെ കണ്ടെത്താൻ ഹെൽപ്പ് ചെയ്യുന്ന പ്രോഗ്രാമാണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്, കോഴ്സാണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോത്തിങ് ഷോപ്പുള്ളവർക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയിട്ടുള്ളതാണ്. കേരളത്തിൽ നിങ്ങൾക്ക് എവിടെയും ഇത് കണ്ടെത്താനായിട്ട് സാധിക്കില്ല. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും സെർച്ച് ചെയ്ത് നോക്കാം. ക്ലോത്തിങ് ഷോപ്പുള്ളവരെ പ്രത്യേകം പരിഗണിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിൻ്റെ പ്രോഗ്രാമോ കോഴ്സുകളോ ട്രെയിനിങ്ങോ എവിടെയെങ്കിലും പ്രൊവൈഡ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കില്ല. അതെല്ലാം ജനറലാണ്. എല്ലാ ബിസിനസ്സുകാരെയും രക്ഷിക്കാനാണ് അവർ നടക്കുന്നത്. സർവീസ് ബിസിനസ്, അതുപോലെ തന്നെ ഫിസിക്കൽ പ്രൊഡക്റ്റ്, അതുപോലെ തന്നെ ഡിജിറ്റൽ പ്രൊഡക്റ്റ്, എല്ലാ ബിസിനസ്സുകാർക്കും ഒറ്റ സൊല്യൂഷൻ അവരുടെ കയ്യിലുള്ളത്. അതൊരിക്കലും പോസിബിൾ ആയിട്ടുള്ള സംഗതിയല്ല. ഓരോ ബിസിനസ്സിനും ഓരോ രീതികളാണ്. ഷോപ്പുള്ളവരുടെ ബിസിനസ് രീതിയല്ല ഷോപ്പില്ലാത്തവരുടെ. ക്ലോത്തിങ് ബിസിനസ് ചെയ്യുന്നവരുടെ രീതിയല്ല സർവീസ് ബിസിനസ് ചെയ്യുന്നവർ. ഞങ്ങൾ ഒരേ ഒരു വിഭാഗത്തിനെയാണ് ഫോക്കസ് ചെയ്യണുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബെറ്റർ സർവീസ് തരാൻ ഞങ്ങൾക്ക് സാധിക്കും. ആ വിഭാഗം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലോത്തിങ് ഷോപ്പുള്ള ബിസിനസ് ഓണേഴ്സ്. അത് ജെൻസ് വെയർ ആവട്ടെ, കിഡ്സ് വെയർ ആവട്ടെ, ലേഡീസ് ബ്യൂട്ടിക്ക്, എന്തും ആയിക്കോട്ടെ, നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ളതാണ് ഞങ്ങളുടെ പ്രോഗ്രാമുകളൊക്കെ തന്നെ. അപ്പോൾ കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ വാട്സപ്പ് ചെയ്യാം, കോൾ ചെയ്യാം. മറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഗ്രൂപ്പിൽ ഷെയറും ചെയ്യും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് ഇത്തരം പ്രോഗ്രാമിലും കോഴ്സിലൊക്കെ ജോയിൻ ചെയ്യാം. ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.